ഹലോ. അപ്പോൾ നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങിന്റെ കാര്യമൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ജസ്റ്റ് ഒന്ന് നെസ്റ്റോയിലേക്ക് വന്നതാണ്. ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഷോപ്പിംഗ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എന്നാലും ഈ ഐറ്റംസ് ഒക്കെ നാട്ടിലേക്ക് എടുക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. വേറൊന്നുമല്ല, ഞാൻ വന്നും പോയി നിൽക്കുകയാണെങ്കിലും ഇവിടെ ഇപ്പോൾ ഒരു 1 ഇയറിന്റെ മേലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ തൊട്ടുള്ള ഐറ്റംസ് പലതും ഞാൻ പോകുന്ന സമയത്തൊക്കെ ഇവിടെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലായ്പ്പോഴും കംപ്ലീറ്റ് സാധനങ്ങൾ എടുക്കാൻ പറ്റാറില്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരു ട്രൈപോഡും ഉണ്ട്. അതിന് തന്നെ ഉണ്ട് അത്യാവശ്യം വലിയ സൈസും പിന്നെ വെയിറ്റ് ഒക്കെ ഉണ്ട്. അതുപോലത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് വെയിറ്റ് വരുന്നത്. ഇതൊക്കെ എങ്ങനെ ബോക്സിലാക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഷോപ്പിങ്ങിന്റെ ഗതിയൊക്കെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടി. ഇപ്രാവശ്യം സാധനങ്ങൾ എൻ്റെ കുറച്ച് ഇവിടെ വെക്കേണ്ടി വരും എന്നുള്ളത്. സാരയില്ല, സേഫ് ആയിട്ട് ഇവിടെ റൂമിൽ തന്നെ വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ആശ്വാസം. ഈ വീഡിയോസിൽ കാണുന്ന സാധനങ്ങൾ പോലും എടുത്ത് പെട്ടിയിലിടാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ മാക്സിമം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്തായാലും എടുത്തേ പറ്റുള്ളൂ. സ്വന്തം ഐറ്റംസ് ഒക്കെ അവിടെ വെച്ചാലും അത്യാവശ്യം കൊടുക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം 3 ആൾ പോവുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന്റെ അവസാനം ആകുമ്പോഴത്തേക്ക് അച്ഛനും എത്തി. അപ്പോഴത്തേക്ക് ഞങ്ങൾ 3 ആൾ നേരേക്ക് പോന്നു. അതിന്റെ ഇടയ്ക്കാണ് ഇത് ഹണിയിൽ കയറിയത്. ഞങ്ങൾ 3 ആൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ചു. ഞാൻ ഇതിന്റെ വീഡിയോ ഒക്കെ വിശദമായിട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ലാസ്റ്റ് ഒരു ഷവർമ പാർസലും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അതിന്റെ ഇടയ്ക്കൊന്ന് കാലിക്കറ്റ് ഫ്ലോർ മില്ലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ വാങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബും ഫോളോ ഒന്നും മറക്കണ്ട. ടാറ്റാ.